ഇന്ന് ആരായിരിക്കും ഔട്ടാവാൻ പോകുന്നത്? മിക്കവാറും ലാലേട്ടൻ വന്നിട്ട് ഇന്ന് കൊടഞ്ഞ് പരുവത്തിലാകും കേട്ടോ. നിങ്ങൾക്ക് അറിയണോ ഇന്ന് ലാലേട്ടൻ വന്ന് എന്ത് ചെയ്യാൻ പോണെന്ന്? എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ബിഗ് ബോസ് പല്ലു ടോക്സിലേക്ക്. കോൺട്രവേഴ്സ്യൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇപ്പൊ രേണു വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ ഒരു കരച്ചിൽ മോഡ് വരാം, പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു ആണെങ്കിലും ശാരികയാണെങ്കിലും ഓൾറെഡി പുള്ളിക്കാർ രണ്ടുപേരും നെഗറ്റീവായ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് പേടിക്കാതെ ചെന്ന് കയറാം. ഇവിടെ മെയിൽ ടു മെയിൽ മത്സരം വന്നിട്ടില്ല, നമുക്ക് വളരെ കുറവാണ്. എല്ലാ സീസണുകളിലും നമുക്ക് മെയിൽ ടു മെയിൽ വന്നിട്ടില്ല. ഈ സീസണിൽ അത് വരണം. പ്രാവശ്യം ഞാൻ ഫീൽ ചെയ്യുന്നത് ഇവര് നമ്മളെ അറിയാത്ത, അതായത് പ്രഡിക്ഷനിലൊന്നും പറയാത്ത, എന്നാൽ നമ്മൾ കേട്ടാൻ ഞെട്ടുന്ന ഒരാൾ വരാൻ ചാൻസുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പവർ റൂം ആയിരുന്നു, എല്ലാ സേഫ് ഗെയിമേഴ്സും കൂടെ പവർ റൂമിനകത്തായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്തവണ എങ്കിലും സ്വർഗവും നരകവും ഒക്കെ എന്ത് വേണോ വെച്ചോ, സ്വർഗത്തിന് മൊത്തം സേഫ് ഗെയിമേഴ്സും നരകത്തിന് മൊത്തം കളിക്കുന്ന ആൾക്കാരുമായി ഇവര് മൊത്തം ഔട്ടായിക്കൊണ്ടിരിക്കും. അവസാനം സ്വർഗം ജയിക്കും. എനിക്കത് കാണാൻ വയ്യ. ഫേക്ക് കാർഡ്, സേഫ് കാർഡ്, ഷോപ്പിംഗ് കാർഡ്, നന്മ കാർഡ്, ഈ കാർഡുകളൊന്നും ഇനി ഈ ടേബിളിൽ ഇറക്കി കളിക്കരുത്, കീറിപ്പോ. അത് നടപ്പിലാക്കി കണ്ടാൽ മതി. ആ പറഞ്ഞ കാര്യം. പിന്നെ ടാസ്ക് കുറച്ചും കൂടെ ബിഗ് ബോസ് ലെവൽ ആക്കണം, കുറച്ചും കൂടെ. ഈ ബലൂൺ, അതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബലൂൺ പൊട്ടിക്കൽ ടാസ്ക് ഒന്നും ഉണ്ടാവത്തില്ല. വീണ്ടും എന്നെ മഴയത്ത് നിർത്തല്ലേ, മുണ്ട് മടക്കി കുത്തിക്കല്ലേ. നിങ്ങളുടെ പ്രിയ മിനിസ്ക്രീൻ താരങ്ങൾ ഒരു കുടക്കീഴിൽ ഒന്നിക്കുന്ന താരസംഗമ വേദി. പോയ വർഷം നിങ്ങൾ കണ്ട ടെലിവിഷൻ പരമ്പരകളിലെ മികച്ച നടൻ ആര്? ടെലിവിഷൻ ഷോകളിൽ ഏറ്റവും മികച്ചത് ഏത്? മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിങ്ങനെ അംഗീകാരങ്ങളുടെ ഒരു പെരുമഴ. ഒപ്പം നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസുകൾ. മൈൽസ്റ്റോൺ ടിവി അവാർഡ്സ് 2025. നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ബിഗ് ബോസ് സീസൺ 7 അല്ലേ? ബിഗ് ബോസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ ഓരോ സീസണിലും ഓരോരോ ആർട്ടിസ്റ്റുകളെയാണ് അവർ മാറി മാറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ മാറാത്ത ഒരേ ഒരു മുഖമുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ത്രീ മുഖമുണ്ട്. യെസ്, രേവതിയുടെ. കാരണം രേവതി ഓരോ സീസണിലും ബിഗ് ബോസിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ആ രേവതിനെ ഇന്ന് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ നിന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് മിൽമ സല്ലാപത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒപ്പം രേവതി, വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് യു. ഹലോ. യെസ്, എല്ലാവരും ബിഗ് ബോസ് എന്ന് പറഞ്ഞപ്പോ തന്നെ രേവതിയുടെ എങ്ങനെയാണ് രേവതി അതിനെ റിവ്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് രേവതി അതിനെ പ്രസന്റ് ചെയ്യണത്, ആരൊക്കെയായിരിക്കും സീസൺ 7ലേക്ക്, ഇതൊക്കെ രേവതി ഇപ്പൊ അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകരെല്ലാവരും നിൽക്കുന്നത്. രേവതി, ആദ്യം എല്ലാരും പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ ചിലപ്പോ മാറും എന്നൊക്കെ ആൾക്കാർ ഇടയിലിടയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രേവതി ഇതിന്റെ റിവ്യൂ ചെയ്യുന്നതിൽ നിന്നും മാറത്തില്ല, ഞാനിവിടെ ഉണ്ടാകും. ആർക്കും മാറിയാലും ബിഗ് ബോസ് ഉള്ളിടത്തോളം കാലം, ജീവനുള്ളിടത്തോളം കാലം ഞാനും ഉണ്ടാവും. എങ്ങനെയാണ് രേവതി, എന്താണ് രേവതിന് ഇത്ര സ്ട്രോങ് ആയിട്ട് ബിഗ് ബോസുമായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ എന്താ? കൊച്ചിനെ തൊട്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയതാണ്, ഹിന്ദി ബിഗ് ബോസ്. കൊച്ചിനെ തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ഹിന്ദി ബിഗ് ബോസ്. അപ്പൊ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ മലയാളം റിവ്യൂവർ ആവും ബിഗ് ബോസിന്റെ. വളരെ ഇതായിട്ട് സീസൺ 1 തൊട്ട് ബിഗ് ബോസ് ഹിന്ദിയുടെ കണ്ടു തുടങ്ങി കുറേ ഇങ്ങനെ കണ്ടു. പിന്നെ ഇടയ്ക്ക് പഠിക്കാനൊക്കെ പോയി, അപ്പൊ കുറച്ചങ്ങ് വിട്ടു. പിന്നെ നെറ്റൊന്നും ഇല്ലല്ലോ അപ്പോഴും. അപ്പൊ അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ഹിന്ദി കണ്ടിന്യൂ ചെയ്യുന്നു. അവരുടെ റിവ്യൂവേഴ്സ് ഒക്കെ റിവ്യൂ ഒക്കെ കേൾക്കലുണ്ട് ഞാൻ. അവിടെ ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ കുറേ റിവ്യൂവേഴ്സ് ഒക്കെ ഇങ്ങനെ മാറ്റി എല്ലാം കേൾക്കും, അതൊക്കെ എൻജോയ് ചെയ്യും. അപ്പം എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും, എന്തോന്നാടി ഇത് രാത്രി, ഞാനിത് ഇങ്ങനെ ഹെഡ്സെറ്റിൽ വെച്ചിട്ട് റിവ്യൂ ഇങ്ങനെ കേട്ട് ചിരിക്കും കേട്ടോ ഓരോരുത്തരുടെയൊക്കെ. അപ്പം ഹസ്ബൻഡ് ചോദിക്കും, എന്തോന്നാടി ഇത് രാത്രി, ചിരി. ഞാൻ പറഞ്ഞു, ഒന്ന് കേട്ടിട്ട് ഞാൻ ഇപ്പൊ കിടക്കാം. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട സീസണൊക്കെ കാണും. അപ്പൊ ഞാനും വിചാരിച്ചിട്ടില്ല ഞാൻ റിവ്യൂ പറയുന്നത്. സീസൺ 1 വന്നു, ഭയങ്കര സന്തോഷമായിട്ടോ മലയാളം ബിഗ് ബോസ് സീസൺ 1. അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ റിവ്യൂ ഒന്നും ചെയ്യുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഞാൻ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കണ്ടു സീസൺ. അത് കഴിഞ്ഞ് സീസൺ 2 കുറച്ച് വൈകിയാണ് വന്നത്. ആ സമയത്ത് നമുക്ക് കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ നമ്മൾ വെറുതെ തുടങ്ങി വെച്ചു, രേവൂസ് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ചാനൽ. അതിനകത്ത് നമ്മൾ ഗാർഡനിങ്ങും ഒക്കെ ചെയ്ത് വേറെ തന്നെ ഒരു അവതരണം, സാധാരണ ഒരിത്. അപ്പം സീസൺ 2 അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വെറുതെ ചെയ്തു നോക്കാം, ഇവിടെ ഇരിക്കുന്നില്ല, ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ കാരിങ്, അപ്പൊ ആ സമയത്ത് ഇരിക്കുകയല്ലേ വെറുതെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ചെയ്തു നോക്കാം, വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ ഷെബീസ നീ എന്തെങ്കിലും വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞൊരു ക്യാമറ എടുത്ത് തന്നിട്ട് ഞാൻ താഴെ ഇരുന്നിട്ടാണ് റിവ്യൂ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, വെറുതെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ എനിക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനെ ഇങ്ങനെ ഇത്രയും നാള് കണ്ടതുകൊണ്ടേ വാതോരാതെ ഇങ്ങനെ പറയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. അപ്പം സത്യം ബിഗ് ബോസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ആദ്യം ഒരു
10 കമന്റ് വന്നു, ചേച്ചി നന്നായിട്ടുണ്ട്, ചേച്ചി ഇനിയും ചെയ്യണേ. അടുത്ത ദിവസം ഞാൻ ചെയ്യുന്നതൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് ഒക്കെ ഇട്ടു, ചെയ്യുന്നില്ല. അപ്പൊ കമന്റ്സ് വന്നു തുടങ്ങി, എന്തോ ചെയ്യുന്നില്ല ചേച്ചി, കണ്ടിന്യൂസ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഓരോ ദിവസത്തെയും റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഈ പ്രേക്ഷകരാണ് അന്ന് തൊട്ട് എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത്. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് എന്നെ തിരുത്തി. ആ രേവതിയിൽ നിന്ന് ഇത്രയും മാറ്റം, ഇങ്ങനെ ഒരു മാറ്റം വന്നത് പ്രേക്ഷകരുടെ ഓരോ അഭിപ്രായങ്ങളും ഇതൊക്കെ എടുത്ത് എന്തൊരു ഭയങ്കര ഒരു മാറ്റമാണ് എന്റെ ഫസ്റ്റ് വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും. അത് സീസൺ 2 നിന്നും സ്റ്റാർട്ട് ചെയ്തു റിവ്യൂ ചെയ്യാൻ. ഇന്നിപ്പോ സീസൺ 7 എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ലാലേട്ടന്റെ പ്രൊമോ. അയ്യോ സൂപ്പർ പ്രൊമോ, സൂപ്പർ. നമ്മളൊരു സിനിമ കാണുന്ന ഫീലാ. ലാലേട്ടൻ വന്ന് നമുക്ക് ആ ഒരു എമ്പുരാനും തുടരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ലാലേട്ടന്റെ ഫുൾ ഓൺ പവർ നമുക്ക് അതിൽ ആ പ്രൊമോയിൽ കാണാം. ഭയങ്കര പഞ്ചോടെ ഒരു വല്ലാത്തൊരു സ്പെഷ്യൽ ഇമ്പാക്ട് ഈ പ്രാവശ്യത്തെ 7ന്റെ പണിയിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്. പലരും വിചാരിക്കും ഓ ഇവരുണ്ടാവും അവരുണ്ടാവും ഇങ്ങനെയൊക്കെ. എല്ലാവർക്കും ഒരു കറക്റ്റ് ആയിട്ടൊരു ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ എനിക്കറിയാം ഇനി ഓഗസ്റ്റ് 3 തുടങ്ങും. അതെ, കുറച്ച് ദിവസങ്ങൾ. അതെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇത്ര അധികം ബിഗ് ബോസിൽ ഏഷ്യാനെറ്റുകാർ ബിഗ് ബോസ് അരച്ച് കലക്കൊക്കെ പഠിച്ച പോലെ തന്നെ ഇവിടെ സൈഡിൽ രേവതി പഠിച്ചിട്ടുള്ളത് കൊണ്ട് രേവതിക്ക് അറിയാം ഏഷ്യാനെറ്റുകാർ ആരേക്കായിരിക്കും ഈ പ്രാവശ്യം കൊണ്ടുപോകാന്നുള്ളത്. ഒന്ന് പറയൂ. എനിക്ക് അങ്ങനെ കൺഫേംഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം സമയമായി വരുന്നേ ഉള്ളൂ. കൺഫർമേഷൻ ഒക്കെ ലാസ്റ്റേ പറയത്തുള്ളൂ. എന്നാലും ഇത്തവണ സീരിയൽ താരങ്ങൾ നിറഞ്ഞു നിൽക്കാൻ ചാൻസുകളുണ്ട്. അവർക്ക് കുറച്ചും കൂടെ ഇത് ഇത്തവണ കൊടുത്തിട്ടുണ്ട്. പേര് പറയണ്ട, ഒരു ന്യൂട്രൽ ഒന്നും ഇങ്ങനെ പിന്നെ കോൺട്രവേഴ്സ്യൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. കാര്യം എപ്പോഴും ബിഗ് ബോസിനകത്ത് കുറച്ച് സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് കോംബോ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. അത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആവാം, അല്ലെങ്കിൽ ലവ് കോംബോ ആവാം. അങ്ങനെ കുറച്ച് പ്രായമുള്ള ആൾ, അതാണല്ലോ നമ്മുടെ ബിഗ് ബോസിന്റെ പാറ്റേൺ. അപ്പം ഇപ്രാവശ്യം നമ്മൾ അറിയപ്പെടുന്ന കുറെ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും. അതെ, നമ്മൾ അതിൽ കോൺട്രവേഴ്സ്യൽ സീരിയൽ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും. അങ്ങനെയാണ് നമുക്കൊരു ടാസ്കിലൂടെ അതങ്ങ് പറഞ്ഞു പോയാലോ. കാരണം എത്രയെന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു സസ്പെൻസ് ബിൽഡപ്പ് ചെയ്ത. അപ്പോ നമ്മൾ ഇന്നിപ്പോ വന്നിട്ട് മൈൽ സ്റ്റോണും ഇത്രയും വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പൊ നമ്മൾ ഓടി വന്നിട്ട് പെട്ടെന്ന് എല്ലാവരുടെയും പേര് പറഞ്ഞ അവളെ ആൾക്കാർ കുറച്ച് നേരം കൂടെ സസ്പെൻസ്. അപ്പൊ നമുക്കൊരു ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഞാൻ പകരക്കാർ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചൊരു ക്ലൂ പോലെ പറയാം. അപ്പോ നമ്മൾ മുന്നത്തെ ഇത്രയും നാളത്തെ സീസൺ 6 വരെ നമ്മൾ കണ്ടു കഴിഞ്ഞതില് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പകരം ഈ പ്രാവശ്യം സീസൺ 7 വരാൻ പോകുന്ന അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രം അവർക്ക് പകരമായിട്ട് നോക്കാം. ആ ഒരു സെക്ഷനിലേക്ക് ആ ഒരു സെക്ടറിലേക്ക് ആരെങ്കിലും വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് പേര് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല, ചാൻസുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. കാര്യം നമുക്ക് ഇപ്പം ഇവർ കൺഫേം ആവാൻ കുറച്ചും കൂടെ സമയമുണ്ട്. ചിലപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇനിയും മാറാനും ചാൻസുകൾ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ ലക്ഷ്മി പ്രിയ, അവര് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആക്ടർ ആണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ലേഡി എന്നുള്ള രീതിയിലാണ് അവര് ലക്ഷ്മി പ്രിയനെ കൊണ്ടുവന്നത്. ആ ഒരു കാറ്റഗറിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ലേ ഒരുപാട് സീരിയൽ താരങ്ങൾ എന്തായാലും ഉണ്ടാവുമെന്ന്. അപ്പൊ ഒരു ഫീമെയിൽ സെക്ടറിലേക്കുള്ള നോക്കിയാൽ അത് ആരായിരിക്കും? ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞാല് ഞാൻ നമ്മുടെ ചാനലിൽ പോൾ ഇട്ടായിരുന്നു, ഡ്രാമ ക്യൂൻ. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് ലക്ഷ്മി പ്രിയക്കാണ് കിട്ടിയത്, ഡ്രാമ ക്യൂൻ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ജാൻമണി. അപ്പൊ ലക്ഷ്മി പ്രിയെ പോലത്തത് ഈ സീസണിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇച്ചിരി ഒരു ലേശം കുറഞ്ഞ ലക്ഷ്മി പ്രിയ ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നുണ്ട്. ലേശം ഒരു പൊടി കുറഞ്ഞ ലക്ഷ്മി പ്രിയ. എന്നാലും കുറച്ചും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഡ്രാമ ക്യൂവിനായിട്ട് മാറാൻ പറ്റുന്ന 2-3 പേരൊക്കെ ഉണ്ട്. ചിലപ്പോ നമ്മൾ പറയില്ലേ, നമ്മൾ ഈ അനിമോളുടെ പേരുകൾ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അനിമോള് വന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, ഡ്രാമാസ് ഒക്കെ കുറെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ കോൺട്രവേഴ്സ്യൽ താരം രേണു സുധി. രേണു ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയില്. അപ്പൊ രേണു വന്നാലും കുറച്ചൊരു ഡ്രാമ പ്ലസ് പിന്നെ കുറച്ചൊരു എന്താ പറയണ്ട ഒരു കരച്ചിൽ മോഡ് വരാം, പറയാൻ പറ്റത്തില്ല. പല മോഡുകൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, വിക്ടിം കാർഡ് മറ്റേ ഒന്നും നടക്കില്ല. അത് ഇപ്രാവശ്യം അത് നടക്കോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും കുറെ ഡ്രാമ ക്യൂൻസ് വരും. അവർ ഓൾറെഡി സോഷ്യൽ മീഡിയയില് അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത്. അതായത് അനുമോളാണെങ്കിലും അവരുടെ ചാനലിലും നല്ല രീതിയിൽ എന്താണ് ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ പുള്ളിക്കാരി നല്ല എന്റർടൈനർ ആണ്. അതെ, അപ്പൊ അതേപോലെ തന്നെ എന്റർടൈനിങ് ആവും വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ ഇപ്പൊ പറഞ്ഞ അനുമോൾ ആണെങ്കിലും രേണുസുധി എന്നൊക്കെ പറഞ്ഞ ഡ്രാമ ക്വീൻ എന്നുള്ള രീതിയിലാണല്ലോ ലക്ഷ്മി പ്രിയയുടെ. അങ്ങനെയല്ല, ഈ ഒരു സീനിയർ ഫീമെയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സീനിയർ ഫീമെയിൽ ആക്ടർ അങ്ങനെ ആരായിരിക്കും വരാൻ ചാൻസ്?
ഇതുവരെ അത് കൺഫേം ഒന്നും ആരുടെ ആയിട്ടില്ല. എന്നാലും പക്ഷെ എന്നാലും നമുക്ക് assume ചെയ്യണു ലക്ഷ്മി പ്രിയയുടെ സ്ഥാനം അപഹരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാര്യം പുള്ളിക്കാരി എന്ന് പറഞ്ഞ സീസൺ മൊത്തം എന്താണ് എല്ലാ ഫുൾ ഫൺ ഫാക്ടർ ആയിരുന്നു. അപ്പൊ എനിക്ക് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റ് കിട്ടിയപ്പോഴും എനിക്കൊരു ടെൻഷൻ ആയിരുന്നു. കാരണം നമുക്ക് ഇതുപോലത്തെ ആൾക്കാരെ കിട്ടുമോ എന്നുള്ളത്. പക്ഷെ എന്നാലും പേരുകൾ പറയാതെ സീരിയൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും ആയതില്. ഞാനൊന്ന് കേട്ടു, രേഖ രതീഷ്. രേഖ രതീഷ് അല്ലേ? കേട്ടോ? പക്ഷെ രേഖ ഈയിടയ്ക്ക് അത് ഇല്ല എന്ന് കൺഫേം ചെയ്തു. അതാണ്. ആണോ? പക്ഷെ അതൊക്കെ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടാ. ഒരു ഗെയിം അല്ലേ? അതെ അതെ അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. തേർഡിന് കാണുമ്പോഴായിരിക്കും ഇവർ അവിടെ. അത് ശരിയാണ്, അത് ചാൻസ് ഉണ്ട്. ഇപ്പൊ രേഖയുടെ പേര് എന്റെ മനസ്സിൽ, പിന്നെ പുള്ളിക്കാരി ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയ കാര്യം ചാൻസ് കാര്യം ഇല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി അങ്ങ് വെച്ചത്. പക്ഷെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പണ്ട് സീസണിലൊക്കെ. അപ്പൊ അതിലൊരു ക്ലാരിറ്റി ഇല്ല, രേവതിക്ക് ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അഖിൽ മാരാർ. അഖിലിനെ കുറിച്ച് പറയുമ്പോൾ എന്തും എവിടെയും തുറന്നു പറയാൻ വളരെ ഗട്ട്സ് ഉള്ള ആളാണ്. എന്തിനേം എതിരെ പ്രതികരിക്കാൻ ധൈര്യമുള്ള ഒരാൾ. ഇങ്ങനെയാണ് അവർ അഖിൽ മാരാറിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തത്. അതിന് പകരക്കാരനായിട്ട് ഈ പ്രാവശ്യം ആരെ കാണുന്നു ആ ഒരു സെക്ടറിലേക്ക്? ഇപ്പൊ അഖിലിന്റെ സീസണിന്റെ പ്രത്യേകത പറഞ്ഞാൽ അഖിലിന്റെ എതിരെ സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഓൾമോസ്റ്റ് നമ്മളിപ്പോ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ പഴയ സീസൺസ് ഒക്കെ അരച്ചു കലക്കി പഠിച്ചൊക്കെ വരും. അപ്പോൾ ഓരോ സീസണിലും അപാകതകളൊക്കെ അവർ മനസ്സിലാക്കും. ഇപ്പം അഖിലിനെ പോലെ സംസാരിക്കുന്ന അഖിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ ആൾക്കാർ അഖിലിന് കുറവായിരുന്നു. അതായത് ഇങ്ങനെ വാക്ക് പോര് നടത്തി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ ആരും കുറവായിരുന്നു. ഇപ്പൊ ഷോ ഓഫ് ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ മെയിൽ ടു മെയിൽ നമുക്കിവിടെ കുറവാണ് മത്സരം. മെയിൽ ടു ഫീമെയിൽ ആണ് എപ്പോഴും നമ്മുടെ ഇവിടെ മലയാള സീസണുകളിൽ കണ്ടിട്ടുള്ളത്. മെയിൽ ഫീമെയിൽ ആണ്. അതിൽ മെയിൽ വിന്നർ ആവും, ഫീമെയിൽ നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. ഇവിടെ മെയിൽ ടു മെയിൽ മത്സരം വന്നിട്ടില്ല, നമുക്ക് വളരെ കുറവാണ്. എല്ലാ സീസണുകളിലും നമുക്ക് മെയിൽ ടു മെയിൽ വന്നിട്ടില്ല. ഈ സീസണിൽ അത് വരണം. അപ്പൊ അഖിലിനെ പോലത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് മറ്റേ നമ്മൾ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ ഈ സേഫ് മോഡിലേക്ക് പോകും. കാര്യം ഇവർക്കൊക്കെ ഇമേജ് പേടിയാണ്. ഇമേജുകൾ വന്ന് ഞാൻ ഇനി എന്തെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് എനിക്ക് നെഗറ്റീവ് അടിച്ചു പോകുമോ എന്നുള്ള അത് ഇതാവാതെ കളിച്ചാൽ എല്ലാവർക്കും അഖിലിനെ പോലെ ആവാൻ പറ്റും. എല്ലാവർക്കും അഖിലിനെ പോലെ നിൽക്കാൻ പറ്റും. ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ. കാര്യം എന്തായാലും ഇതിനകത്ത് കയറിയാൽ നെഗറ്റീവ് ആവും, പോസിറ്റീവും ആവാം, എന്തായാലും ആവാം. നെഗറ്റീവ് ആവും, പക്ഷെ നമ്മൾ മിണ്ടാതിരുന്ന അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാവും. നമ്മുടെ ഒന്നും തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അഖിലിനെ പോലെ ആവണമെങ്കിൽ എല്ലാവർക്കും ആവാൻ പറ്റും, പക്ഷെ വാ തുറന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെയാണ് ഞാനൊന്ന് കേട്ടത്. അപ്പാനി ശരത് അല്ലെ? ഞാനിപ്പോ ഒരു കാര്യം കേട്ടോ, നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അവരത് ചെയ്യണമെന്നില്ല കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിലും തുറന്ന് സംസാരിക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഗെയിമിന് വേണ്ടി ഉള്ളിൽ കയറി കഴിയുമ്പോൾ അവരൊന്ന് ഒതുങ്ങിപ്പോവാ. ചിലപ്പോ വേറെ ആൾക്കാരായിരിക്കും സംസാരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ലക്ഷ്മി പ്രിയയുടെ സീസണിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടായിരുന്നു സീസൺ 4. പക്ഷെ റോബിനാണ് അതിനകത്ത് കയറി, ജാസ്മിനാണ് അതിനകത്ത് കയറി വന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് അല്ലെ? ഇപ്പൊ രജിത് കുമാറിന്റെ സീസണിൽ, രജിത് സാറിന്റെ സീസൺ 2 സാറിന് നമുക്ക് അറിയത്തോ. ഇപ്പൊ ഈ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ പബ്ലിക് ഒരു ഫിഗർ ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്രയും കയറി വരുമെന്ന് വിചാരിച്ചില്ല. അപ്പം അതില് നമുക്ക് ഇതുവരെ നമ്മൾ വിചാരിക്കാത്ത 2 വ്യക്തികൾ രജിത് സാറും റോബിനുമാണ്. നമ്മൾ വിചാരിക്കുന്നില്ല. റോബിൻ ആ പേര് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ വന്നു കഴിഞ്ഞപ്പം അത്ര മാറ്റങ്ങൾ ഉണ്ടാക്കി. വിചാരിച്ച ആൾക്കാർ എന്ത് ചെയ്തു? എല്ലാം പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ തന്നെ അവരൊന്നും വർത്താനം ഒന്നും പറഞ്ഞില്ല. എന്നാൽ നന്നായിട്ട് വർത്താനം പറഞ്ഞ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആണുങ്ങൾ നന്നായിട്ട് പറയുന്നതില് അഖിൽ മാരാറിനൊപ്പം ഒരു മെയിൽ അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാല് ഒന്നും പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ ആൾക്കാരെ. കാരണം ഇവരിങ്ങനെ പറയും, പക്ഷെ അവര് പറയൂല ചിലപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ പറയട്ടെ, അപ്പാടി ശരത്തിന്റെ അല്ല ശാരികയുടെ പ്രൊവോക്കിംഗ് ഷോസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേപോലെ ധൈര്യമുള്ള ഒരു ആളാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലും ബിഗ് ബോസിനകത്ത് കയറിയാല് നമ്മുടെ വേറൊരു മോഡ്, നമ്മുടെ സോൺ പ്രേക്ഷകർ കാണും. നമ്മുടെ ഒരു സൈലന്റ് സോൺ. ഇപ്പൊ ശാരിക ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ചിലപ്പോ ആള് പഞ്ചഭാവമാണെങ്കിലും പഞ്ചഭാവം ഇപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇതാക്കി. ഞാനാണെങ്കിലും എപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കൂലല്ലോ. ശാരിക അങ്ങനെ നിൽക്കും എന്നാണ്. ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മറ്റൊരാളെ പ്ലീസ് ചെയ്തോണ്ട് ശാരിക നിക്കത്തില്ല. വേണമെങ്കിൽ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റുമായിരിക്കാം, ഒരു മണിക്കൂറിന് മേളിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ ശാരികനെ എതിർക്കാൻ ഒരാള് വന്നാലോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത, നമ്മൾ കുറെ സംസാരിച്ചാലും നെഗറ്റീവ് ആവും, കുറച്ച് സംസാരിച്ചാലും ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ഓരോ നിമിഷവും ജഡ്ജ് ചെയ്യും ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ മലയാളം ബിഗ് ബോസ് ഓഡിയൻസിന്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഈ ഡ്രസ്സ് ഇട്ടാ പ്രശ്നം, ആ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ജഡ്ജ്മെന്റ് വരുന്ന ഒരു സ്ഥലങ്ങളാണ്. ഓവറായിട്ട് സംസാരിച്ച് ഇപ്പൊ രതീഷ് കഴിഞ്ഞ സീസണിൽ കുറച്ച് കൂടുതലായി പോയി. അത് കാരണം ആൾക്കാർ ഇത് എന്തോന്നത് കൂടുതൽ, ഇത്രയൊന്നും വേണ്ട അങ്ങനെ പറയുന്നവരുണ്ട്.
ഇഷ്ടം പോലെ. അപ്പം ഒരുപാട് ഇപ്പം ഞാൻ തന്നെ കമന്റ് സെക്ഷനിൽ പറയുമ്പോൾ രതീഷ് നല്ല എന്റർടൈനിങ് ആണ്, പക്ഷെ ചേച്ചി കുറച്ച് കൂടുതലാണ്. കൂടുതൽ കാണിച്ചാലും പ്രശ്നമാണ് ഇവിടെ. അതെ, അങ്ങനെയാണ് ശാരിക അവിടെ പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും പുള്ളിക്കാരി, അതെ എന്തെങ്കിലും ശാരിക അതിനകത്ത് പോയി കഴിഞ്ഞാല് പുള്ളിക്കാരി മിണ്ടാതിരിക്കൂല, എന്തെങ്കിലും പറയും, സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് അതെ രേണു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രേണു പറയും, റിയാക്ട് ചെയ്യും. പക്ഷെ ഇവിടുത്തെ ആൾക്കാരത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇത്. പിന്നെ ഒരു കാര്യമുണ്ട്, രേണു ആണെങ്കിലും ശാരികയാണെങ്കിലും ഓൾറെഡി പുള്ളിക്കാരി രണ്ടുപേരും നെഗറ്റീവായ ആൾക്കാരാണ്. ഈ നെഗറ്റീവ് ഒക്കെ പുള്ളിക്കാരി ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാതെ ചെന്ന് കയറാം. നമുക്ക് കാര്യം എന്തായിരുന്നാലും ഈ പോസിറ്റീവ് ആയിരിക്കുന്നവരാണ് കുറച്ച് ടെൻഷൻ അടിക്കുന്നത്. അയ്യോ ഓൾറെഡി ഞാൻ പോസിറ്റീവാണ്, അപ്പൊ അത് കഴിഞ്ഞ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി അകത്ത് കയറി ഞാൻ നെഗറ്റീവ് ആവുമോ, ഇത് പറഞ്ഞാൽ നെഗറ്റീവ് ആവുമോ, അത് പറഞ്ഞ ഇവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രേണുവിനും ശാരികയ്ക്കും രണ്ടുപേർക്കും പറയാം എന്ന കാര്യം. എന്തായാലും നെഗറ്റീവ് ആണ് പ്രശ്നം. എനിക്ക് കണ്ടെടുത്തോളം ഞാൻ അഖിൽമാരാറിന് എന്തും പറയാൻ പ്രതികരിക്കാൻ പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. എന്റെ ശരി എന്റേത് മാത്രം ശരിയാണെന്നുള്ള രീതിയിൽ ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ശാരികയിലും രേണുവിലും കാണുന്നു. പക്ഷെ അതിന് ജനങ്ങൾ എങ്ങനെ എടുക്കും? ഇവിടെ എന്ന് പറഞ്ഞാല് ഭയങ്കര മെയിൽ ഫീമെയിൽ വ്യത്യാസങ്ങളുണ്ട്. അതാണ് അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് അത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നിൽക്കാം. അടുത്തത് ഗെയിം ചേഞ്ചർ ആയിട്ട് കൊണ്ടുവന്ന ഒരാളായിരുന്നു റിയാസ്. റിയാസിന്റെ ഗെയിം ചേഞ്ചിങ്, അത് ഓരോ രീതിയിൽ റിയാസ് അത് ഹാൻഡിൽ ചെയ്ത രീതി, അങ്ങനെ വളരെ ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ചേഞ്ചർ ആരെയാണ് രേവതി കാണുന്നത്? റിയാസിനെ പോലെ റിയാസ് മാത്രം. അത് ഞാൻ 101% പറയും. ബിക്കോസ് ഏറ്റവും നല്ല ഫെയിമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളെ പോയി അകത്ത് പോയിട്ട് അയാൾക്കെതിരെ സംസാരിക്കാൻ ഒരു ധൈര്യം ഇതുവരെ ഞാൻ ഒരു വൈൽഡ് കാർഡിലും കണ്ടിട്ടില്ല, ഇതുവരെയും കണ്ടിട്ടില്ല. കാരണം അത്ര ഫാൻസ് ആയിരുന്നു റോബിന്. അപ്പൊ റോബിന്റെ എഗൻസ്റ്റ് ആയിട്ട് നിന്ന് റോബിനെ തന്നെ പുറത്താക്കാനുള്ള ഒരു ഘടകമായി മാറി റിയാസ്. അപ്പൊ അതേപോലെ ഇപ്രാവശ്യത്തെ വൈൽഡ് കാർഡുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെയും ഇനി വരാൻ പോണ വൈൽഡ് കാർഡുകളും എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ വൈൽഡ് കാർഡുകൾ കുറേയൊക്കെ ഗെയിമുകൾ കുളവാക്കിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. കാര്യം ആവശ്യമില്ലാത്ത കാര്യം അവിടെ പോയി പറഞ്ഞ് ആവശ്യമില്ലാതെ കുറെ ഗെയിമുകൾ കൊണ്ടിറക്കി കുളവാക്കിയിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരുന്ന ഗെയിമിനെ കുളവാക്കി ഒന്നും അല്ലാതായി. അപ്പൊ വൈൽഡ് കാർഡുകൾ നമ്മുടെ എവിടെ എന്ന് പറഞ്ഞാൽ അവര് പുറത്തെ കാര്യങ്ങളൊക്കെ പറയും അകത്ത് പോയിട്ട്, പക്ഷെ ആ പറയുന്നത് ഗെയിമിനെ പിന്നെ താഴ്ത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ റിയാസ് പുറത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പുറത്തെ കാര്യങ്ങളും ഇങ്ങനെയാണ്, ഇന്ന് ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷെ നല്ല രീതിയിൽ അത് ഫൈറ്റ് ബാക്ക് ചെയ്തു, അതിനെ കൊണ്ടുപോയി നല്ല രീതിയിൽ. അതുപോലെ ഒരു വൈൽഡ് കാർഡ് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കണ്ടസ്റ്റന്റ് ഇനി വരുമോ എന്നറിയില്ല ഈ സീസണിൽ. പ്രഡിക്ഷനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വരുമെന്ന് പറയുന്നത് കേൾക്കുന്നതിൽ എത്രത്തോളം രേവതിക്ക് അത് കൺവിൻസിംഗ് ആയിട്ട് തോന്നുന്നു? ഭീമൻ രഘുവിന്റെ പേര് ഞാൻ കേട്ടിരുന്നു, പണ്ട് കഴിഞ്ഞ സീസണിൽ കേട്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഫീൽ ചെയ്യുന്നത് ഇവര് നമ്മളെ അറിയാത്ത, അതായത് പ്രഡിക്ഷനിലൊന്നും പറയാത്ത, എന്നാൽ നമ്മൾ കേട്ടാൻ ഞെട്ടുന്ന ഒരാൾ വരാൻ ചാൻസുകൾ ഉണ്ട് ഈ സീസണിൽ. ഇല്ല അതിന്റെ പേരൊന്നും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പല പേരുകളും. ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ധ്യാനായിരിക്കുമോ? ധ്യാന്റെ പേര് ദിൽഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്യാൻ വരും. അപ്പം കമന്റ് സെക്ഷനിൽ വരരുത് ധ്യാൻ ചേട്ടാ. പക്ഷെ ദിൽഷ പറയും ധ്യാൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, കോമഡി ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗായത്രി കോമഡിയും കൗണ്ടറും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹ്യൂമർ, ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും. ഇത്തരത്തിലുള്ള ഒരു ഷോയിൽ വരുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ധ്യാനൊക്കെ എങ്ങനെ പോകും ഷോ? അതെ വേറെ രീതിയിലാവും. ബിഗ് ബോസ് ഫുൾ ഒരു ഫണ്ണി ഹ്യൂമർ സെൻസ് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് വഴക്കുണ്ടാക്കാൻ വേറെ പലതും. അതെ, നമുക്ക് ഒരേ സൈഡ് പിടിച്ച് പോകാൻ പറ്റത്തില്ല. അതെ, അതിനിടയിൽ ഇന്ന് രാവിലെ കൂടെ കേട്ടൊരു കാര്യം എന്താന്ന് വെച്ചാല്, മാധവ് സുരേഷ് ഏട്ടന്റെ മോൻ മാധവ് സുരേഷ് ഗോപി, മാധവ് വരും. മാധവ് ഇതുപോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്. അത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അപ്പൊ മാധവിനെയും ഇങ്ങനെ കൊണ്ടുവരും. ഇന്ന് രാവിലെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരും. കഴിഞ്ഞ സീസണിൽ അൻസിബ ആയിരുന്നു അത് വന്നത്. നമ്മളിങ്ങനെ പ്രഡിക്ഷനിലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്നാണ് അതായത് നമ്മൾ കൺഫർമേഷൻ ലിസ്റ്റ് കിട്ടുന്ന ഒരു സമയമുണ്ട്, ലാസ്റ്റ് ഇവര് വീട്ടിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ. അപ്പോഴാണ് അൻസിബയുടെ പേര് കേട്ടോ. അപ്പൊ നമ്മൾ തന്നെ പെട്ടെന്ന് അൻസിബയോ? അപ്പൊ അൻസിബ വന്നു, നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചിട്ട് പോയി. പുള്ളിക്കാരിയായിട്ട് തന്നെ നിന്ന് കളിച്ചിട്ട് പോയി. ആദ്യമൊക്കെ എല്ലാവർക്കും ഇതുണ്ടാവും. നമ്മളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും ആൾക്കാർക്ക്. അയ്യോ ഇതെന്തായി, കാര്യം നമ്മുടെ നെഗറ്റീവ് സൈഡും കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അൻസിബേനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു, അൻസിബയുടെ ആ ഒരു റിയൽ സൈഡ്. അടുത്തത് ധന്യ മേരി വർഗീസ്. ധന്യ ഒരു സേഫ് പ്ലെയർ ആയിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്, അല്ലെ? എല്ലായിടത്തും ഒന്നിനും ഞാൻ എന്നൊക്കെ പറഞ്ഞ് എന്നാ വളരെ സേഫ് ആയിട്ട് അതിൽ നിങ്ങൾ നിന്നു പോയി. അത്തരത്തിലൊരാള് അതാരെ കാണുന്നു?
അയ്യോ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ ഇങ്ങനെ മാറി മാറി നോക്കും. സേഫ് കളിക്കാൻ പറ്റുന്നത് ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടുത്തെ ഓഡിയൻസ് ഇപ്പൊ സേഫ് ഗെയിമേഴ്സിനെ പിടിച്ച് വെച്ചേക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ സേഫ് ഗെയിമേഴ്സിന്റെ പൂരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്തവണ വരരുതെന്നാണ് ഓഡിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സേഫ് കളിച്ചാല് പിടിച്ച് ഔട്ടാക്കും എന്നാണ് ഓഡിയൻസ് പറയുന്നത്. ഓഡിയൻസ് പറയുന്നത് സേഫ് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് കമന്റ് സെക്ഷനിൽ കിടക്കുന്നത്. ഈ 6 സീസണിലും ഒരു മെയിൽ കോമഡറിനെ ഇതുവരെ നമ്മുടെ മലയാളം ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യത്തെ 7ന്റെ പണിയിലേക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരിക്കും അവര് രേവതിക്ക് അങ്ങനെ ഒരു ഡൗട്ട് അവർ കൊണ്ടുവരും എന്ന് തോന്നുന്നു? കാരണം പ്രേക്ഷകർ അത്രമാത്രം ഇതായിട്ടിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുക. കാര്യം ഇതുവരെ ഒരു മെയിൽ കോമഡർ എടുത്തിട്ടില്ല. അപ്പൊ കമന്റ് സെക്ഷൻ മൊത്തം അവരുടെ ചാനലിന്റെ കമന്റ് സെക്ഷൻ ആണെങ്കിൽ പിന്നല്ലാണ്ട് ഇതുവരെ കോമണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഗോപിക മാത്രം, പിന്നെ അത് കഴിഞ്ഞ് 2 പെൺകുട്ടികൾ. അപ്പൊ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എനിക്ക് തന്നെ എന്നെ തന്നെ മെസ്സേജ് ഇട്ട് എന്ത് ചേച്ചി നമ്മൾ എടുക്കാത്തത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എത്ര പ്രാവശ്യം ഓഡീഷൻ കൊടുത്ത ആൾക്കാരുണ്ട്. ഗോപികയുടെ സമയത്ത് ഓഡീഷൻ കൊടുത്തു, കഴിഞ്ഞ പ്രാവശ്യം ഓഡീഷൻ കൊടുത്തു, എന്നിട്ടും എടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ നിഷാനയുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. നിഷാന ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കിത് മറ്റേ ബോള് കളിക്കുന്ന കളിയായിട്ടാണ് ഞാൻ വിചാരിച്ചത്, ഇത് ഇങ്ങനത്തെ കളിയാന്ന് അറിഞ്ഞില്ല എന്ന്. സോ അത് ഭയങ്കരമായി കോൺട്രവേഴ്സി ഉണ്ടാക്കി ആ ഒരു സംഭവം. അതായത് അപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ മെസ്സേജ്, അപ്പൊ എന്ത് കണ്ടിട്ട് ചേച്ചി അവര് നിഷാനെ എടുത്തത്, അവർക്ക് ഒരു കളി അറിഞ്ഞൂടെ? അപ്പൊ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് കോമണർ ആയിട്ട് ഇരിക്കുന്നതോ കളിയൊക്കെ പഠിച്ചിട്ട് ഗെയിമൊക്കെ നമുക്കറിയാം, പക്ഷെ നിഷാനെ ഗെയിം പോലും അറിഞ്ഞൂടെ പോലും. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓഡിഷൻ കൊടുത്ത് ഇത്രയും നിന്നത് എന്തിനാണ്? അങ്ങനെ ഒരു ദേഷ്യം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. കമന്റ് സെക്ഷൻ മൊത്തം അതായിരുന്നു. അത് അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മെയിൽ കോമഡർ വന്ന സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിലുണ്ടാവും, കളിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. അടുത്തത് പേളിമാനി. പേളിയുടേത് ഒരു ലവ് ട്രാക്ക് ആയിരുന്നു, വളരെ സൈലന്റ് ആയിട്ടുള്ള. അവിടെ ഒരു സൈഡില് അപ്പൊ ആ ഒരു ട്രാക്കിൽ എന്തായാലും ഒരാളുണ്ടാവും ഈ പ്രാവശ്യം. ഇത്തവണ ഈ ലവ് കോംബോ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഇങ്ങനെ വെറുത്തിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ വെച്ചിട്ട് കോംബോസ് ഒക്കെ ഇങ്ങനെ വെറുത്തിരിക്കുക. ഉണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എനിക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും റിയൽ ആയിട്ടുള്ളത് ഉണ്ടാവാൻ ചാൻസുകൾ കാണുന്നു. ചിലപ്പോൾ ഈ ഫേക്ക് അടിക്കാൻ ചാൻസ് കുറവാണ്. കഴിഞ്ഞ സീസൺ മൊത്തം ഈ കോംബോ ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇത് റിയൽ അല്ല, ഭയങ്കര കോൺട്രോവേഴ്സിയും. ചിലവർക്ക് ഇങ്ങനെ ചേച്ചി കഴിഞ്ഞ സീസൺ പോലെ വെറുപ്പിക്കൽ വേണ്ട, ഈ കോംബോസ് വെറുപ്പിക്കൽ വേണ്ട എന്ന് പറഞ്ഞിരിക്കുക. ഈ തൊട്ടടുത്ത സീസൺ നോക്കിയിട്ടാണ് ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അടുത്ത സീസൺ ഈ സീസണിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ ആൾക്കാർക്ക് അത് വേണ്ട. ഇനി ഈ സീസണിൽ ലവ് കോംബോ ഇല്ലെന്ന് വെച്ചോ, എൻ്റെ അടുത്ത സീസണിൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സീസണിൽ കോംബോസ് എന്തായാലും വിജയിക്കും കേട്ടോ. എന്തായാലും വിജയിക്കുന്ന ഒരു കാര്യം. കുറച്ച് ആൾക്കാരുണ്ടാവും ഇതിനു വേണ്ടി തന്നെ. എന്ത് രസം അവർ തമ്മിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാൻ എന്ന് പറഞ്ഞ് എന്ത് ക്യൂട്ടായിട്ടുണ്ട്. എപ്പൊ കല്യാണം കഴിക്കും? അവരവിടെ മിണ്ടണ പോലും ഉണ്ടാവില്ല, പുറത്തിറങ്ങിയിട്ട് തിരിച്ച് നിങ്ങൾ എപ്പോ കല്യാണം കഴിക്കും? അങ്ങനെ ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ട്. ഭയങ്കര ടോക്സിക്കുമാണ് അവര്. നിങ്ങൾ അവരെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോരുത്. എന്നെ വന്ന് പറയും, നിങ്ങൾ ആരാണ് അവരെ പറയാൻ? അവരെന്ത് രസമാണ് അവർ കാണാനിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് പേജുകൾ ഉണ്ടാക്കി ഇട്ടേക്കാണ്, ഇൻസ്റ്റാ പേജൊക്കെ. അപ്പൊ കോംബോസിന് എന്തായാലും തുടക്കത്തിൽ ഇതാണെങ്കിലും സാധാരണ ഓഡിയൻസിനൊക്കെ വെറുപ്പിക്കലാണെങ്കിലും ഇതിനൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ലവ് കോംബോ ഒക്കെ പിടിച്ച് പോവാം. പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി, സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് വെറുതെ തോന്നി, അത് നിന്നപ്പം ഇങ്ങനെ ജസ്റ്റ് തോന്നി ഒരു സ്പാർക്ക്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ സ്പാർക്ക് പോയി. അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. കാര്യം നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഇതാക്കണ്ട. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ലൈഫ് വെച്ച് കളിക്കരുത്, അത്രേ ഉള്ളൂ. കാര്യം ഇത് മലയാളം ബിഗ് ബോസ് ഉണ്ട്. ഇവിടുത്തെ ഓഡിയൻസ് എങ്ങനെ അതിനെ കാണുന്നു, അങ്ങനെയൊന്നല്ല നെഗറ്റീവായിട്ടേ കാണുള്ളൂ. നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അറിയാം സീസൺ 7 ഇതാണ് സെഗ്മെന്റിന്റെ പേര്. ബിഗ് ബോസ് മലയാളം സീസൺ 7. ബിഗ് ബോസിന്റെ ശബ്ദം മാറുമോ? മാറാൻ ചാൻസ് ഇല്ല. പക്ഷെ പലരും പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. കാര്യം ചാനൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് മാറുമോ ഇല്ലയോ. അപ്പോഴാണ് ആൾക്കാർക്ക് ടെൻഷൻ തുടങ്ങിയോ, മാറുമില്ല, മാറാൻ ചാൻസ് കാണുന്നില്ല. അതൊന്നും നമ്മുടെ മനസ്സിൽ കയറിയ ഒരു ശബ്ദമാണ്. അതിന് മാറില്ല എന്നാ തോന്നുന്നു. കാരണം നമ്മുടെ ഫിലിം ആക്ടർ അർജുൻ ആയിരിക്കും ഇനി മുതൽ ബിഗ് ബോസിന്റെ ശബ്ദം കൊടുക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചാൻസ് കുറവാണ്. മാറില്ല, ചുമ്മാ പറയുന്നത് ആയിരിക്കും. അർജുൻ ഉണ്ടാവില്ല. ഓക്കെ. ഇത്തവണത്തെ സീസണിൽ ശരിക്കും ആ ശബ്ദത്തിനകത്തൊക്കെ ആൾക്കാർ ബിഗ് ബോസ് പിന്നെ ശബ്ദത്തിലൊക്കെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ശബ്ദം. ഷോ ലാലേട്ടൻ വരെ ഇങ്ങനെ ബിഗ് ബോസ് എന്ന് പറയും. ഇത്തവണത്തെ സീസണിൽ ആകെ എത്ര മത്സരാർത്ഥികളെ പ്രതീക്ഷിക്കാം?
18 പേരാണ് ഫസ്റ്റ് കേറുന്നത്. അത് കഴിഞ്ഞ് അവരുടെ കളി പോലെ ഇരിക്കും വൈൽഡ് കാർഡിനെ കയറ്റുന്നത്. എന്നാലും ഏകദേശം വൈൽഡ് കാർഡ് ഒക്കെ ഇപ്രാവശ്യം ഇവർ നേരെ കളിച്ചില്ല എങ്കിൽ വൈൽഡ് കാർഡുകൾ കൂട്ടും ഇവര്. പിന്നെ ഇവർക്ക് എതിരായിട്ടുള്ള ഒപ്പോണന്റ് വൈൽഡ് കാർഡുകൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അതായത് ഗെയിം കളിക്കുന്നില്ല, അപ്പൊ ഇവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും കേറുന്നത്. അപ്പൊ അതിൽ ഏകദേശം എത്ര പേര് കയറാൻ ചാൻസ് ഉണ്ട്? നോർമലി ആ ഒരു 5-6 പേരൊക്കെ 4 പേരൊക്കെ കയറും. സാധാരണ നല്ല സീസൺ ആണെങ്കിൽ കുറച്ചേ കയറുള്ളൂ. പക്ഷെ സീസൺ കുറച്ച് ഡൗൺ ആണെങ്കിൽ മാക്സിമം ഒരുപാട് പേരെ കയറ്റില്ല, പക്ഷെ ട്രിഗർ ചെയ്യുന്ന ആൾക്കാരെ കയറ്റും. അത് കയറ്റിയാൽ രക്ഷപ്പെട്ടു. റിയാസിനെ പോലെയൊക്കെ ട്രിഗർ ചെയ്യുന്ന ഇങ്ങനെ കറക്റ്റ് ട്രിഗർ ചെയ്യുന്ന ആൾക്കാരെ വേണം കയറാൻ തിരിച്ചകത്തേക്ക്. പക്ഷെ അതില് രേവതി ഇപ്പൊ പറയുന്ന 18 എന്നാണ്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ന്യൂസ് അത് അവർ ലിസ്റ്റ് ഇട്ട് വെച്ചേക്കും. 30ഓളം ആൾക്കാർ ഇപ്രാവശ്യം ഈ പ്രാവശ്യത്തെ സീസൺ 7 ശരിക്കും അപ്പത്തേക്കും ഇഷ്ടം പോലെ ആൾക്കാർ അവർ ഇടയ്ക്കിടയ്ക്ക് കയറ്റുമായിരിക്കും. അങ്ങനെയാണ്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഒരുപാട് പേരെ കയറ്റിയാലും ഇതായില്ലെങ്കിൽ പോക്കാണ്. അവർ കളിക്കുന്ന പോലെ ഇരിക്കും. നന്നായിട്ട് ആദ്യം 18 പേര് കേറുന്നുണ്ട്. ആ കേറുന്ന ആൾക്കാർ സൂപ്പർ ആയിട്ട് കളിച്ചാൽ ഈ വൈൽഡ് കാർഡുകളെല്ലാം ഔട്ടാവും. വരുന്നവരൊന്നും ഔട്ട് ആയിക്കൊണ്ടിരിക്കും. ഇവര് കളിച്ചില്ലെങ്കിൽ വൈൽഡ് കാർഡ് ഭരിക്കും. അതെ, വൈൽഡ് കാർഡാണ് ഏറ്റവും കുറച്ചും കൂടെ റിസ്ക് പണി. കാര്യം ആൾക്കാർ ഓൾറെഡി മനസ്സിൽ ഇഷ്ടപ്പെട്ടത് മറ്റവരെയാ. നമ്മൾ അതിന്റെ കൂടെ ചെന്ന് കയറി നമ്മളാ ഇഷ്ടം പിടിച്ചെടുക്കണം. ഓഡിയൻസിന്റെ റിസ്ക് കൂടുതലാണ്. നമ്മളിങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത് ശ്രദ്ധിച്ചിരിക്കും ആൾക്കാർ. ഇനി സ്വർഗം വേഴ്സസ് നരകം, ശരിക്കും ഇത്തവണത്തെ സീസണിൽ അങ്ങനെ ഒരു പുത്തൻ കോൺസെപ്റ്റ് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താ തോന്നണത്? വർക്ക്ഔട്ട് ആവോ ഈ സ്വർഗം? എന്ത് കോൺസെപ്റ്റ് ഉണ്ടായാലും ആ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഒന്ന് ഔട്ടാക്കുക, അവരെ സ്വർഗത്ത് പിടിച്ചിരുത്തരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സേഫ് ഗെയിം കളിക്കുന്നവർ എപ്പോഴും അവിടെ പവർ റൂമില് കഴിഞ്ഞ പ്രാവശ്യം പവർ റൂം ആയിരുന്നു. എല്ലാ സേഫ് ഗെയിമേഴ്സും കൂടെ പവർ റൂമിനകത്തായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്തവണ എങ്കിലും സ്വർഗവും നരകവും ഒക്കെ എന്ത് വേണോ വെച്ച, സ്വർഗത്തിന് മൊത്തം സേഫ് ഗെയിമേഴ്സും നരകത്തിന് മൊത്തം കളിക്കുന്ന ആൾക്കാരുമായി ഇവര് മൊത്തം ഔട്ടായിക്കൊണ്ടിരിക്കും. അവസാനം സ്വർഗം ജയിക്കും. എനിക്കത് കാണാൻ വയ്യ. ഒരു സാധാ ബിഗ് ബോസ് എനിക്കിഷ്ടം, ക്ലാസിക്. അതായത് 18 പേരെ കയറ്റി വിടുന്നു, കഥ പടയ്ക്കുന്നു, കളിച്ചോളൂ, ആ രീതി. മനസ്സിലായോ? അങ്ങ് ബാക്കി ഈ തീമൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ഇവര് ഈ ഒളിച്ചു നിൽക്കുന്ന ആൾക്കാർ പതുക്കെ പോയിട്ട് സ്ഥലം പിടിക്കും. മറ്റവർ ഇവിടെ അടിയും ബഹളവും വഴക്കുമായിരിക്കും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റും ചെയ്യും. എന്നിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരെയൊക്കെ ഔട്ടാക്കും. എന്നിട്ട് ഈ ഒളിച്ചിരിക്കണ അവിടെ സുഖമായിട്ട് നമുക്കിവിടെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ ഇവര് നോമിനേഷനിൽ വരണ്ടേ? നോമിനേഷനിൽ വരില്ല. ഇവര് നോമിനേഷനിൽ ഇടൂല. ഇവരിവിടെ ഇരുന്നോട്ട് നമുക്ക് സുഖമായിട്ട് ഇവരെ ലാസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഈ സേഫ് ഗെയിമേഴ്സ് ടോപ്പ് 5 എത്തുന്നത്. ഇവരവിടെ ഇരുന്നോട്ട് നമുക്ക് നമ്മുടെ എതിരാളികളെ അങ്ങ് ഔട്ടാക്കാം എന്ന് പറഞ്ഞ് ഈ എതിരാളികൾ ഔട്ടാവും. അപ്പൊ ഗെയിം അങ്ങ് ഇല്ലാണ്ടാവും. ലാസ്റ്റ് ആവും. ഒന്നും എതിരാളികളില്ല. ഈ നന്നായിട്ട് നിൽക്കുന്ന ഫാൻസുകാരും പിന്നെ ഈ സേഫ് ഗെയിമേഴ്സും ഉണ്ടാവും. ഈ 7ന്റെ പണികൾ ശരിക്കും അതെന്തായിരിക്കും തോന്നുന്നത്? ഇപ്പൊ പറയുന്നു നമ്മൾ 8ന്റെ പണി, 7ന്റെ പണി. അതെനിക്ക് തോന്നുന്നു ടാസ്ക് ലക്ഷറി ബഡ്ജറ്റിലൊക്കെ 7ന്റെ പണി എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെ എല്ലാ സീസണുകളും വന്നതിൽ ഓരോ ടാസ്കിലും ഓരോ എക്സ്ട്രാ പണി ബിഗ് ബോസ് കൊടുക്കും. അത് ഇതുവരെ വന്നതുപോലെ ആയിരിക്കില്ല, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കും. അങ്ങനെ ആവാനാ ചാൻസ് കേട്ടോ. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അതാണ്. കാര്യം ഓരോ ടാസ്കിലും ഇതുവരെ വന്നതുപോലെ അല്ലാതെ ഒരു പണിയും കൂടെ എക്സ്ട്രാ കൊടുക്കും. ഏഷ്യാനെറ്റിൽ തന്നെ മൊത്തം എല്ലാ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും തന്നെ മാറി. ഏഷ്യാനെറ്റ് തന്നെ ഒന്നും മൊത്തത്തിലൊന്നും മാറിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സും ടെക്നിക്കലും മാറി പുതിയ ആൾക്കാരൊക്കെ അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ പുതിയ ആൾക്കാർ വന്ന സ്ഥിതിക്ക് അവരായിട്ടാണ് ബിഗ് ബോസിന്റെ കാര്യം ചെയ്യുമ്പോൾ ഇതുവരെ കാണാത്തതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതുമ, അത് അവര് ഭയങ്കരമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പെട്ടെന്നുള്ള ഒരു സാധനം ഈ 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. അവരെന്തൊക്കെയോ ന്യൂ നമ്മൾ ഇതുവരെ കാണാത്തത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റിന് ഇത്രത്തോളം മനസ്സിലാക്കിയ കാര്യങ്ങൾ എത്രത്തോളം ഇവിടെ ആൾക്കാർ ചേഞ്ച് ചെയ്ത് വന്നാലും രേവതിക്ക് തോന്നുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ലെ? ഒന്നാമത്തെ മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നതും വരാൻ ആഗ്രഹിക്കും, ലാലേട്ടന്റെ ആ വീക്കെൻഡില് ലാലേട്ടൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. അത് നമുക്ക് ഇപ്പൊ ലാലേട്ടന്റെ പ്രൊമോ പ്രൊമോയെ പോലെ ആവണം. അല്ല, ഈ പ്രൊമോയെ പോലെ ആവൂല. ലാലേട്ടൻ വീക്കെൻഡ് വരുമ്പത്തേക്ക് മോനേന്ന് പറഞ്ഞു വരും. എനിക്ക് അത് കാണുമ്പോ വിഷമം. ലാലേട്ടന്റെ ഹൃദയം വളരെ മോനെ മോളെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ മോനെ ഇങ്ങനെ പറഞ്ഞു പോകും ലാലേട്ടൻ. അതിനെക്കാട്ടി കുറച്ച് ഫസ്റ്റ് വീക്കിലൊന്നും ഇങ്ങനെ ആവണ്ട, എന്നാലും ലാലേട്ടൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവണം. അതാണ് ആദ്യം ആഗ്രഹിക്കുന്നത്. എല്ലാവരെയും
എല്ലാവരെയും ലാലേട്ടൻ ഒരേപോലെ തന്നെ അതായത് വഴക്ക് പറഞ്ഞു പറഞ്ഞാൽ തെറ്റുകൾ കാണിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടണം. അത് കളിക്കുന്നവരെ മാത്രമല്ല ഒളിച്ചിരിക്കുന്നവരെയും കൂടെ പിടിക്കണം എന്നാണ് ഓഡിയൻസ് പറയുന്നത്. അതാണ് ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ അവര് എല്ലാം പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ വരെ ലാലേട്ടൻ ട്രോളി അതിനകത്ത്. സേഫ് ഗെയിം കളിക്കുന്നത് മറ്റേ ലാലേട്ടനെ ട്രോളുന്നത് അതിനകത്തുണ്ടായിരുന്നല്ലോ പ്രൊമോയില്. അപ്പം അവരെല്ലാം നോക്കിയിട്ടാണ് ആ പ്രൊമോ ഇട്ടേക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിക്ടിം കാർഡ്, സേഫ് ഗാർഡ്, മറ്റേ കണ്ണീരിന്റെ എല്ലാം ആ സംഭവമൊക്കെ ഇത് നടത്തിയാൽ മതി. പക്ഷെ ചില സീസണിൽ ലാലേട്ടൻ വന്നിട്ട് അതെ നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട്. അല്ല ലാലേട്ടൻ ഫയർ ചെയ്യലുണ്ട്. ലാലേട്ടനാണ് ഇതിന്റെ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടാറുണ്ട് ലാലേട്ടൻ. അതെ എപ്പോഴും സോഫ്റ്റ് അല്ലല്ലോ. ഇല്ല സോഫ്റ്റ് ആയിട്ട് അല്ല നിൽക്കുന്നത്. ലാലേട്ടൻ നന്നായിട്ട് ഫയർ ചെയ്യലുണ്ട്, നന്നായിട്ട് നിൽക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ഒരു ചരിത്രം ആയിട്ടുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അസീറോക്കിയുടെ കാര്യം ഇത് കൊടുക്കണമെങ്കിൽ കൊടുക്കണം, അടി കൊടുക്കണം, അങ്ങനെ പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞു. അവസാനം അത് ലാലേട്ടനെതിരെ തിരിച്ചടിച്ചു. അത് ലാലേട്ടൻ പറഞ്ഞില്ലേ അടി കൊടുക്കാൻ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഇത് വന്നു. ലാലേട്ടൻ നല്ല ശക്തം, എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടു. അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നേക്കാട്ടും അടി കൊടുത്ത് പോടാ അതൊക്കെ പറയുന്നത് ലാലേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ചില ആൾക്കാരോടെ സേഫ് ഗെയിം കളിക്കുന്നവരെ ലാലേട്ടൻ പിടിക്കില്ല. അവരെ അവിടെ അങ്ങനെ സോഫ്റ്റ് ആക്കി അങ്ങ് വെച്ചേക്കും. മോനെ അതെ, അത് നടപ്പിലാക്കി കണ്ടാൽ മതി ആ പറഞ്ഞ കാര്യം. പിന്നെ ടാസ്ക് കുറച്ചും കൂടെ ബിഗ് ബോസ് ലെവൽ ആക്കണം, കുറച്ചും കൂടെ. ഈ ബലൂൺ അതും അവർ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്, ബലൂൺ പൊട്ടിക്കൽ ടാസ്ക് ഒന്നും ഉണ്ടാവത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ബിഗ് ബോസില് ഹിന്ദിയിൽ തുടങ്ങിയപ്പോ മുതൽ കാണുന്ന ഒരു പ്രേക്ഷകയാണെങ്കിൽ ആണെന്ന് പറഞ്ഞല്ലോ, അത് വെച്ച് ഞാൻ ചോദിക്കുക, അതില് സൽമാൻ ഖാൻ ആണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് ഇത്രയും സംസാരിച്ചു, ഇവര് തമ്മിലൊരു ഡിഫറൻസ് എന്താ തോന്നണേ? ഒറ്റ ഡിഫറൻസേ ഉള്ളൂ അതിനകത്ത്. എനിക്ക് ഫീൽ ചെയ്തത് ലാലേട്ടന്റെ ജോലി സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യുന്നുണ്ട്. സൽമാൻ എന്ന് പറഞ്ഞാൽ സൽമാന്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും സൽമാൻ ഇഷ്ടപ്പെടാത്ത. അതായത് ഈ ലാലേട്ടൻ ആ കറക്റ്റ് ഇതിനനുസരിച്ച് പോകും, എന്താണോ മേക്കേഴ്സ് പറയുന്ന അതിനനുസരിച്ച് പോകും. ചിലപ്പോൾ ലാലേട്ടൻ ചില സമയത്തൊക്കെ ദേഷ്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു എക്സ്ട്രാ ദേഷ്യമൊക്കെ വരും. ചിലപ്പം ഈ കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുമ്പോൾ അവരെന്തെങ്കിലും ഇതായിട്ട് ദേഷ്യം വരലുണ്ട്. പക്ഷെ സൽമാൻ അത് ഭയങ്കര ഒതുക്കും. അത് ഞാൻ അയ്യോ അവർക്ക് അങ്ങനെ ഫീൽ ആവണ്ട. സൽമാൻ അങ്ങനെയല്ല, എല്ലാം വിട്ട് തുറന്നങ്ങ് പറയും. നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട, നിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ഇങ്ങനെ അങ്ങ് പറഞ്ഞു കളയും. അല്ല അത് കണ്ടതാണോ എനിക്കറിയില്ല. ഒരു സീസണിൽ സൽമാൻ ഖാൻ നേരെ ഇവരുടെ റൂം അവരുടെ വീട്ടിലെത്തിയിട്ട് അപ്പൊ തന്നെ ഒരു കണ്ടസ്റ്റന്റ് എടുത്ത് പറഞ്ഞു, നീ ഇപ്പൊ തന്നെ ബാഗ് പാക്ക് ചെയ്ത് മോനെ ഇറങ്ങിക്കോ, ഈ സെക്കൻഡിൽ നീ ഇവിടെ ഇറങ്ങിക്കോ. കുറച്ചും കൂടെ ഇൻവോൾവ് ആണ് ഭയങ്കരമായിട്ട്. അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ കള്ളക്കളികള് സൽമാൻ ഇഷ്ടമല്ല. അതായത് ഇങ്ങനെ പുറത്ത് ഭയങ്കര ഈ ഫേക്ക് പരിപാടി, അതായത് പുറത്ത് ഭയങ്കര വേറെയാണ്, പുറത്ത് ഈ ഇവിടെ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഷൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ പിടിക്കും. നിങ്ങൾ ഇതൊന്ന് കളിക്കണം, നിങ്ങളെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ലാലേട്ടൻ കുറച്ചും കൂടെ ഒതുക്കിയാ സംസാരിക്കുന്നത്. അതാണ് ഡിഫറൻസ്. അത് ലാലേട്ടൻ കൂടെ കുറച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. അതായത് ലാലേട്ടൻ ഇങ്ങനെ ആരെയും ഫേവർ ചെയ്തൊന്നും നിൽക്കാതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കട്ടയ്ക്ക് തന്നെ. ഫേവർ ലാലേട്ടൻ ചെയ്യുന്നില്ല, പക്ഷെ ലാലേട്ടൻ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. സോഫ്റ്റ് ആണ് കുറച്ചും കൂടെ. അതെ അതെ. അല്ലാതെ ഇപ്പൊ മറ്റേ സൽമാൻ ഖാൻ ഇറക്കി വിട്ടത് ഒരു പെൺകുട്ടീനെയാണ്. അതെ അതെ. അവിടെ പെണ്ണെന്നുള്ളൊരു അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ ഈ ഫേക്ക് അടിക്കുന്നവരെയൊക്കെ പിടിക്കും സൽമാൻ. എങ്ങനെ ഫേക്ക് കോംബോ. മക്കളെ നീ ഫേക്ക് ഒന്നും അടിക്കണ്ട, നിങ്ങൾ പുറത്ത് നിങ്ങൾക്ക് ഒരു ജീവിതം ഉള്ളതാണ്. ഇങ്ങനെ കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് വരും. റിയാലിറ്റിയിലേക്ക് വരും. ലാലേട്ടൻ ഇങ്ങനെ കളിയാക്കി വിടും മക്കളെ, ഇങ്ങനെ പറഞ്ഞാൽ ലാലേട്ടൻ വിടും. ലാലേട്ടൻ കളിയാക്കി അങ്ങ് പോത്തേ ഉള്ളൂ. സൽമാൻ കുറച്ചും കൂടെ റിയാലിറ്റി പറയും. ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊരു ജീവിതം ഉള്ളതാണ്, ഇത് പുറത്ത് റിയൽ ലൈഫ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ചും കൂടെ നോക്കണം എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ നമ്മളെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. ലാലേട്ടൻ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ലാലേട്ടൻ ഇങ്ങനെ വേണ്ട വേണ്ട വേട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടൊക്കെ വിടും. അങ്ങനെ വിടുന്നു. അപ്പം അവർക്കത് എത്രമാത്രം ഉൾക്കൊള്ളണമെന്നില്ല, അറിയില്ല. അയ്യോ ഇത് പുറത്ത് നെഗറ്റീവ് സീരിയസ്നെസ് കിട്ടുമോ എന്നുള്ള, അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ. വേറൊക്കെ സൂപ്പർ. ഇത്തവണ ലാലേട്ടൻ മുഖം നോക്കാതെ നമ്മളിപ്പോ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് എല്ലാം തുറന്നു പറയുമോ? മുഖം നോക്കാതെ തന്നെ പറഞ്ഞാൽ ഇവിടെ സൂപ്പർ ആയിരിക്കും. ലാലേട്ടൻ തന്നെ കൊണ്ടുപോകും. കഴിഞ്ഞ സീസണിൽ ലാലേട്ടനാണ് കൊണ്ടുപോയത്, ഈ സീസണിൽ ലാലേട്ടൻ തന്നെ കൊണ്ടുപോകണം. അതിനാൽ കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ കുറച്ചും കൂടെ ഇതായിരുന്നു നല്ല രീതിയിൽ. സീസൺ 6 ഇതിൽ അതിനെക്കാട്ടി സൂപ്പർ, പ്രൊമോയെ പോലെ തന്നെ തീപ്പൊരിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും മുഖം നോക്കാതെ. അതൊക്കെ എന്താ പറയാ, ലാലേട്ടൻ ആക്ട് ചെയ്യുമ്പോൾ ലാലേട്ടൻ അങ്ങനെ പറയും. പക്ഷെ നമ്മൾ റിയൽ ലാലേട്ടൻ ഇഷ്യൂ കണ്ടതാണ്. ലാലേട്ടൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ മൈക്ക് അടിച്ച് കഴിഞ്ഞപ്പോ അന്നേരം പറഞ്ഞു, മോനെ നിന്റെ മുഖം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ പണി തരും എന്നൊക്കെ അന്നേരം തമാശക്ക് ലാലേട്ടൻ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോ നമ്മൾ എല്ലാരും സാരമില്ല മോനെ, കഴിഞ്ഞത് അത് അദ്ദേഹത്തിന്റെ സ്വഭാവമേ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്
അദ്ദേഹം ഇവിടെ കളിക്കാനല്ലല്ലോ ബിഗ് അതെ, ബോസിൽ വന്നിരിക്കുന്നത്. അതെ. അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ ലാലേട്ടനെ കൊണ്ട് പറ്റുന്നു തോന്നുന്നുണ്ടോ? പക്ഷെ എന്തെങ്കിലും സാഹചര്യം ആക്ട് ചെയ്യാം ആക്ട് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും സാഹചര്യം വന്നാൽ ലാലേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാ സീസണിലും ഉണ്ട്. എന്തെങ്കിലും സാഹചര്യം വന്നാൽ റിയാക്ട് ചെയ്യും നന്നായിട്ട്, തെറ്റ് കണ്ടാൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ദേഷ്യം വന്നാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ സോഫ്റ്റ് ലാലേട്ടൻ ഇപ്പം എല്ലാ വീക്കിലും പ്രേക്ഷകർ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും പ്രാവശ്യം ലാലേട്ടൻ തീയായിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് നടക്കുമ്പോൾ പ്രേക്ഷകർ പറയും ഇതിനെ ലാലേട്ടൻ ചോദിക്കണം, ഇത് ലാലേട്ടൻ ചോദിക്കണം. അത് കറക്റ്റ് ചോദിച്ചു പോയാൽ തന്നെ സൂപ്പർ ആവും. ചില സമയത്തൊന്നും ലാലേട്ടൻ ചിലപ്പോൾ ചോദിക്കില്ല. ചിലപ്പോഴ് അപ്പൊ ആ കണ്ടസ്റ്റിനോട് കൂടുതൽ ദേഷ്യം വരും ഈ പ്രേക്ഷകർക്ക്. ഇപ്പം ഈ ജാസ്മിനെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ചിലപ്പം പ്രേക്ഷകർക്ക് ലാലേട്ടനോട് ദേഷ്യം വരും. അങ്ങനെയൊക്കെയാണ് ലാലേട്ടൻ. അതെ, അതാണ്. അപ്പൊ പ്രേക്ഷകർ ഇങ്ങനെ താഴെ വന്ന് ചേച്ചി ഇത് ചോദിക്കുമോ ലാലേട്ടൻ? നമ്മൾ ചോദിച്ചാൽ കൊള്ളാം, നന്നായിരിക്കും. ചോദിച്ചില്ലെങ്കിൽ എല്ലാം പാവം ലാലേട്ടനാണ് ഫുൾ അറ്റാക്ക് കിട്ടുന്നത്. ലാലേട്ടൻ ഇത്ര അപ്പൊ ലാലേട്ടൻ അവരാണ് വിജയി, ലാലേട്ടന്റെ വിജയി. ഇങ്ങനെയൊക്കെ കുറെ ഈ ആവശ്യമില്ലാത്ത കുറെ കോൺട്രവേഴ്സികൾ ഇതിന്റെ ഇടയിൽ വരും. പക്ഷെ ലാലേട്ടൻ എന്തൊക്കെ അവിടെ പറയണം, എങ്ങനെ അവിടെ നിക്കണം എന്നുള്ളതും ലാലേട്ടൻ ബിഗ് ബോസ് ടീമാണ്. അവരുടെ ഏഷ്യാനെറ്റ് ബിഗ് ബോസിന്റെ ഫൈനൽ ഡിസിഷൻ ആണ്. അവര് പറയുന്നതേ ലാലേട്ടൻ അവിടെ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ലാലേട്ടന്റെ പ്രൊമോയിൽ കണ്ട ലാലേട്ടൻ തന്നെ എങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളത്.